നമസ്കാരം. ഭഗവത്ഗീതയെപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ? 700 ശ്ലോകങ്ങളുള്ള ഒരു വലിയ ഇതിഹാസമാണത്. പക്ഷെ അതിന്റെ മുഴുവൻ സത്തയും ആ ആദ്യത്തെ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരി, നമുക്ക് ആദ്യ വാക്യത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അപ്പോ ഇതാണ് ആ ശ്ലോകം. ഭഗവത്ഗീത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരു രാജാവ് തന്റെ മന്ത്രിയോട് യുദ്ധം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന പോലെ തോന്നും, അല്ലേ? പക്ഷെ ഇതിലെ ഓരോ വാക്കും ശ്രദ്ധിച്ചു കേട്ടാല് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ് തരുന്നത്. അപ്പൊ നമുക്ക് അതിലെ ഓരോ വാക്കും എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ? അപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും വലിയ 700 ശ്ലോകങ്ങളുള്ള ഒരു ഇതിഹാസത്തിന് ഈ ഒരൊറ്റ വാചകം എങ്ങനെയാണ് ഒരു അടിത്തറയിടുന്നത്? അതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഈ ശ്ലോകത്തെ ഒന്ന് കീറിമുറിച്ചു നോക്കാം, ഓരോ ഭാഗങ്ങളായിട്ട്. ശരി, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. ആരാണ് ഈ സംഭാഷണം തുടങ്ങുന്നത്? ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അതിനുള്ള ഉത്തരം ആ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വാക്കുകൾ തന്നെയുണ്ട്. ധൃതരാഷ്ട്ര ഉവാച്, അതായത് ധൃതരാഷ്ട്രർ പറഞ്ഞു. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വാചകം. പക്ഷേ ഇതിലൂടെ കഥയുടെ ഒരു ഫ്രെയിം സെറ്റാവുകയാണ്. നമ്മൾ ഈ മുഴുവൻ കഥയും കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നത് ധൃതരാഷ്ട്രരുടെ കാഴ്ചപ്പാടിലൂടെയാണ്, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളിലൂടെയാണ്. അപ്പോ ആരാണ് ഈ ധൃതരാഷ്ട്രർ? നമുക്കറിയാം, അദ്ദേഹം കൗരവരുടെ അച്ഛനാണ്. ജന്മനാ കണ്ണു കാണാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അന്ധത എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമായിരുന്നില്ല, മനസ്സിനും ഉണ്ടായിരുന്നു. അതായത് സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനു നേരെ കണ്ണടച്ചു. ധർമ്മം എന്താണെന്ന് കാണാൻ ശ്രമിക്കാത്ത, ഒരു തരത്തിൽ പ്രതീകാത്മകമായും അന്ധനായ ഒരു രാജാവ്. ശരി, അപ്പോൾ ഈ രാജാവിന്റെ ഈ ഒരു മാനസികമായ അന്ധത അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എങ്ങനെയാണ് പുറത്തു വരുന്നതെന്ന് നോക്കാം. ഒരുപക്ഷെ ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതായിരിക്കും. നിങ്ങൾ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം ചോദിക്കുന്നത് എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്നാണ്. കൗരവരും പാണ്ഡവരും എന്നല്ല. മാമകാഹ എന്ന് പറയുമ്പോൾ എന്റേത്, പാണ്ഡവാഹ എന്ന് പറയുമ്പോൾ പാണ്ഡുവിൻ്റേത്. കണ്ടോ ആ വ്യത്യാസം? ഒരേ കുടുംബത്തിലുള്ളവരായിട്ട് കൂടി ഞാനും അവരും എന്നൊരു വേർതിരിവ് ആ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ആ മഹാഭാരത യുദ്ധത്തിന്റെ മുഴുവൻ കാരണവും എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ നമ്മളും അവരും എന്ന ചിന്തയാണ്. ആ ഒരു ചിന്ത ആ രാജാവിന്റെ മനസ്സിൽ എത്ര ആഴത്തിൽ വേരൂന്നിയിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ വാക്കുകൾ. ശരി, ഇനി നമുക്ക് സംസാരിക്കുന്ന ആളിൽ നിന്ന് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് വരാം. ആ സ്ഥലത്തിന്റെ പേരിലും ഒളിഞ്ഞിരിപ്പുണ്ട് ചില കാര്യങ്ങൾ. ശ്ലോകത്തിൽ പറയുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ്. അതായത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ. ഒരേ സ്ഥലത്തിന് എന്തിനാണ് ഇങ്ങനെ 2 പേരുകൾ ഉപയോഗിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ കുരുക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു യഥാർത്ഥ സ്ഥലമാണ്, ഒരു യുദ്ധക്കളം, ഒരു പുണ്യസ്ഥലം. പക്ഷേ അതിനെ ധർമ്മക്ഷേത്രം എന്ന് വിളിക്കുമ്പോൾ അതിനൊരു പ്രതീകാത്മകമായ അർത്ഥം വരുന്നുണ്ട്. ശരിയും തെറ്റും തമ്മിൽ പോരാടുന്ന ഒരിടം. അതായത് നമ്മുടെയൊക്കെ മനസ്സ് പോലെ നമ്മുടെ ഉള്ളിലും എപ്പോഴും ഒരു ശരിയും തെറ്റും തമ്മിലുള്ള പോരാട്ടം നടക്കാറില്ലേ? ആ ഒരു തലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സംഭവം നടക്കുന്നത് പുറത്തുള്ളൊരു യുദ്ധക്കളത്തിലാണെങ്കിലും യഥാർത്ഥ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. ഗീത നമ്മളോട് സംസാരിക്കുന്നത് ആ ഒരു തലത്തിൽ നിന്നാണ്. ശരി, അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആളെപ്പറ്റി പറഞ്ഞു, സ്ഥലത്തെപ്പറ്റി പറഞ്ഞു. ഇനി അവിടെ യുദ്ധത്തിനായി അണിനിരന്നവരുടെ കാര്യം നോക്കാം. അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ശ്ലോകത്തിൽ പറയുന്നുണ്ട് സമവേദ യുയുത്സവഹ, അതായത് ഒന്നിച്ചുകൂടിയ. എന്തിനു വേണ്ടി? യുയുത്സവഹ. ആ അവസാനത്തെ വാക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട്. എന്താണിത്? അതിനർത്ഥം ആ സൈന്യങ്ങളെല്ലാം യുദ്ധം ചെയ്യാൻ വലിയ ആഗ്രഹത്തോടെ, വലിയ ആവേശത്തോടെ വന്നവരായിരുന്നു എന്നാണ്. വെറുതെ വന്ന് നിന്നതല്ല. ഈ ഒരു ആവേശം മനസ്സിൽ വെച്ചോളൂ. കാരണം കുറച്ച് ശ്ലോകങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നായകനായ അർജുനൻ നേരെ തിരിച്ചൊരു മാനസികാവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഒടുവിൽ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ധൃതരാഷ്ട്രർ ചോദിച്ച ആ ചോദ്യം, അതിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. കിമ കുരുവത സഞ്ജയ, അല്ലയോ സഞ്ജയ, അവരെന്തു ചെയ്തു? ഇതാണ് ചോദ്യം. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, വെറുമൊരു ചോദ്യം അല്ലേ? പക്ഷെ അല്ല. അതിന് പിന്നിൽ ആഴത്തിലുള്ള ഭയവും ഉത്കണ്ഠയും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ളൊരു നിഷ്പക്ഷമായ ചോദ്യമല്ല ഇത്. ഇത് വരുന്നത് എവിടുന്നാന്നറിയാമോ? പേടിയിൽ നിന്നാണ്. സ്വന്തം മക്കൾക്ക് എന്ത് സംഭവിക്കുമോ എന്ന പേടിയിൽ നിന്ന്.
എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു, അവർ ജയിക്കുമോ? ഇതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഈ ഒരു സ്വാർത്ഥതയിൽ നിന്നാണ് ഗീതയിലെ നിസ്വാർത്ഥമായ കർമ്മത്തെക്കുറിച്ചുള്ള വലിയ പാഠങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ. ആ ഒരൊറ്റ ശ്ലോകത്തിലെ ഓരോ വാക്കും ഓരോ പ്രയോഗവും എത്ര സൂക്ഷ്മമായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന്. ഒരു വലിയ ഇതിഹാസത്തിന്റെ വിത്തുകൾ മുഴുവൻ ആ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെയുണ്ട്. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ഒറ്റ ശ്ലോകം കൊണ്ട് ഒരു സിനിമയുടെ ട്രെയിലർ പോലെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? സംസാരിക്കുന്നത് പക്ഷപാതിയായ ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. യുദ്ധക്കളം നമ്മുടെ മനസ്സ് തന്നെയാണെന്നൊരു സൂചന കിട്ടി. പോരാക്കം ഒരു കുടുംബത്തിനുള്ളിലാണെന്നും വ്യക്തമായി. ഇനി വരാനിരിക്കുന്ന വലിയ നാടകീയ സംഭവങ്ങൾക്കുള്ള ഒരു സ്റ്റേജും ഒരുങ്ങി. എല്ലാം ആ ഒരൊറ്റ ശ്ലോകത്തിൽ. അതാണ് ആ ആദ്യത്തെ ശ്ലോകത്തിന്റെ ഒരു പവർ. കടമ, കർമ്മം, ആത്മാവ്, ഇങ്ങനെ ഒരുപാട് വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിന് ഇതിലും ഗംഭീരമായൊരു തുടക്കം കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അപ്പോൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഗീത പറയുന്നത് ഈ ധർമ്മക്ഷേത്രം, ഈ യുദ്ധക്കളം നമ്മുടെയെല്ലാം ഉള്ളിലുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഉള്ളിലെ ആ യുദ്ധകളത്തിൽ നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്താണ്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.